ദേവ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ തൊഴിലാളി വർഗത്തിനും സാമാന്യ ജനത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് തൊഴിലാളിക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല, എല്ലാം നഷ്ടബോധം, ചോദിക്കാനും പറയാനും ആളില്ല. ആ ഒരു സമയത്താണ് ടി കെ ദിവാകരൻ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ, ബേബി ജോൺ ഇവരൊക്കെ മുന്നിട്ടിറങ്ങി തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് പോരാടുകയും ഐതിഹാസികമായ കോട്ടൺ മിൽ സമരം, ചവറ മണൽ ഫാക്ടറി സമരം, ഇതൊക്കെ ഇന്നത്തെ രീതിയൊന്നും അല്ല അന്ന്. ഈ തൊഴിലാളികളെ അല്ല നേതാക്കളെയൊക്കെ അടിച്ചമർത്തുന്ന കാലഘട്ടമായിരുന്നു. അതിനെയൊക്കെ നേരിട്ട് അവരുടെയൊക്കെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടാക്കി കൊടുത്തതിൽ ബേബി ജോൺ സാറിനുള്ള പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാണ്. ഏകദേശം കൊല്ലത്ത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നെങ്കിലും കൊല്ലത്തിന്റെ അവസാന വാക്കായി ഇരു മുന്നണികളിലും എന്നും തലയെടുപ്പോടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബേബി ജോൺ സാർ. അപ്പം ഇപ്പൊ നയനാർ മന്ത്രിസഭ എടുത്താലും RSP ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അദ്ദേഹത്തിന്റെ തലയെടുപ്പും വ്യക്തിത്വവും ക്യാബിനറ്റിൽ 2ാം സ്ഥാനമായിരുന്നു. ക്യാബിനറ്റ് കൂടുമ്പം തന്നെ നയനാറുടെ തൊട്ടടുത്ത് ബേബി സാർ കാണും. അപ്പൊ CPI ആണ് കക്ഷിയുടെ വലിപ്പത്തിൽ വലുതെങ്കിലും ബേബി സാറിന്റെ വാക്കിനായിരുന്നു നയനാറും മുൻതൂക്കം കൊടുത്തിരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടം പെട്ടെന്ന് അസുഖം കീഴ്പ്പെടുത്തി രോഗശയ്യയിലായി. അപ്പൊ അന്ന് ചവറയ്ക്കുണ്ടായൊരു നഷ്ടമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തിനും ഏതിനും എപ്പോഴും ഓടിയെത്താവുന്ന ഒരു അത്താണിയായിരുന്നു ബേബി ജോൺ സാർ. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ചവറയിലെ ഒരു തൊഴിലാളി SNDയിൽ വന്നപ്പോൾ വാച്ച്മാൻ കയറ്റി വിട്ടില്ല, കാണാക്കത്തില്ലെന്ന്. ഇദ്ദേഹം വെളിയിൽ ചെന്ന് ബേബി സാറിനെ ഫോൺ ചെയ്തു. അപ്പം കയറ്റി വിടാൻ പറഞ്ഞു. അതിനുശേഷം SNDന്റെ വാതിൽ അടഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു തൊഴിലാളിക്കുണ്ടായ ഒരു വിഷമം ഇനി ഒരിക്കലും ഉണ്ടാവല്ലോ എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ഗേറ്റ് അന്ന് തൊട്ട് പിന്നെ അത് അടഞ്ഞു കണ്ടിട്ടില്ല. അതായിരുന്നു വ്യക്തിസ്നേഹം, അല്ലെങ്കിൽ ആത്മാർത്ഥത, ഒരു കൂറ്, നന്ദി. അപ്പോൾ അദ്ദേഹം എന്നും ആ തൊഴിലാളികളെ അവരെ വിട്ട് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് വിപരീതമായി നിലകൊണ്ട ചരിത്രമില്ല. ഒരുപാട് വിവാദമായ കേസുകൾ TV SNDP അവിടുത്തെ ജനങ്ങളുമായിട്ടുണ്ടാവുന്ന വെടിവയ്പ് കലാശിക്കാവുന്ന ഒരു സംഗതിയായിരുന്നു. അത് വളരെ നയപരമായിട്ട് അവസാനിപ്പിച്ചു. പിന്നെ ശക്തികുളങ്ങര നാഷണൽ പിക്കറ്റ്, അതോട് ഒരു വെടിവയ്പിൽ അവസാനിക്കേണ്ട ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കേരള കിസിഞ്ചർ എന്ന നാമധേയം അദ്ദേഹം സ്വന്തമായി കീഴ്പ്പെടുത്തി എല്ലാവരാലും അഭിനന്ദിച്ച് എല്ലാവരുടെയും നേതാവ്, രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെ സാമുദായിക പരിഗണനയില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ സ്നേഹിച്ച അങ്ങനൊരു വ്യക്തിത്വം പിന്നൊരു പക്ഷേ കൊല്ലത്തുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അന്നും ഇന്നും എന്നും കൊല്ലത്ത് നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമായിരുന്നു, അതായിരുന്നു ബേബി സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ 1000 പുഷ്പാഞ്ജലി അർപ്പിച്ചു.